ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവാസ്റ്റ് ഗോബാണ് ഓൾവേസ് പോസിറ്റീവായി. ഓഫീസർ ഓൺ ഡ്യൂട്ടി അങ്ങനെ മികച്ച പ്രതികരണങ്ങളുമായിട്ട് ഓഫീസ് ഓൺ ഡ്യൂട്ടി മുന്നോട്ട് കുതിക്കുകയാണ്. ഹെവി പോസിറ്റീവായിരുന്നുവെങ്കിലും ഞാൻ ഈ മികച്ച അഭിപ്രായങ്ങൾ കണ്ടുകൊണ്ടാണ് ചിത്രത്തിന് ടിക്കറ്റ് എടുത്തതും. ഏതായാലും ടിക്കറ്റ് എടുത്തത് വെറുതെ ആയില്ല. വളരെ നല്ല മനോഹരമായൊരു സിനിമ എന്ന് പറയാം. കാരണം ആദ്യം തൊട്ട് അവസാനം വരെ ഒട്ടും ബോറടിക്കാതെ സ്ക്രീനിൽ കണ്ണും നട്ടുകൊണ്ട്, അങ്ങനെ തന്നെ പറയണം, സ്ക്രീനിൽ കണ്ണ് നട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം സ്റ്റാർട്ടിങ് തുടക്കം മുതൽ ഇൻ്റർവെല് വരെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്തിട്ടില്ല. ഇൻ്റർവെല് കഴിഞ്ഞ് തീരുന്നോടം വരെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്തിട്ടില്ല. സാധാരണ ഒരു സിനിമയ്ക്ക് കയറുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് മൊബൈൽ ഫോണൊക്കെ എടുത്ത് നോക്കും. പക്ഷേ ഇത് ആ ഒരു രീതിയിലൊന്നും നമുക്ക് ചിത്രത്തിൽ നിന്ന് നമ്മുടെ കണ്ണ് പോകത്തില്ല. ആ രീതിയിലുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ് ഇതിൻ്റെ ഡയറക്ടർ ജിത്തു അഷ്റഫ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് പറയാം. കാരണം ജിത്തു അഷ്റഫ് അദ്ദേഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ അതിലെ ഡയറക്ടർ മാത്രമല്ല ഒരു ആക്ടർ കൂടിയാണ്. നായാട്ട്, ഇരട്ട തുടങ്ങിയ ചിത്രങ്ങളിൽ അത് അഭിനയിച്ചതാണ്. അതോടൊപ്പം ഈ ചിത്രത്തിലും അദ്ദേഹം ഒരു റോൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഞെട്ടിക്കുന്ന ഒരു റോളാണ് ഈ ചിത്രത്തിലും അദ്ദേഹം ചെയ്തിരിക്കുന്നത്. സംവിധായകനിലൂടെയാണ് ഈ ചിത്രത്തിൻ്റെ കഥ തുടങ്ങുന്നത് തന്നെ. ഏതായാലും ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളിങ്ങനെ സീറ്റിൻ്റെ മുൾമുനയിൽ പിടിച്ചിരുത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ജിത്തു അഷ്റഫ് വളരെ നല്ലൊരു ഡയറക്ഷൻ. പിന്നെ ആക്ടിങ്ങിനെ കുറിച്ച് വരുമ്പോൾ ഹീറോ ചാക്കോച്ചൻ ഇത്രയേറെ വർഷങ്ങളായി അദ്ദേഹം മലയാള സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇതുപോലൊരു റോള് മലയാളികൾ പ്രഷർ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ചാക്കോച്ചൻ്റെ കരിയറിൽ, വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ചാക്കോച്ചൻ്റെ കരിയറിൽ കാണാമെന്നാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഒരു ആംഗ്രി യങ് മാൻ, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു കലിപ്പൻ പോലീസുകാരൻ മറ്റുള്ളവരെ പെട്ടെന്ന് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നു, പെട്ടെന്ന് മറ്റുള്ളവരെ എടുത്ത് ചതയ്ക്കുന്നു, എടുത്ത് ദേഷ്യപ്പെടുന്നു, ആ രീതിയിലുള്ളൊരു പോലീസ് ഓഫീസർ. ബോഡി ലാംഗ്വേജും അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു കഥാപാത്രമായിട്ട് ചാക്കോച്ചൻ ജീവിക്കുകയായിരുന്നു എന്ന് പറയാം. പിന്നെ മറ്റ് അഭിനേതാക്കളായ പ്രിയാമണി, പിന്നെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിനകത്തെ മീനാക്ഷി, അമർ അതൊക്കെ അഭിനയിച്ച ആ കുട്ടി, ജഗദീഷ് ചേട്ടൻ്റെ കാര്യം നോക്കുമ്പോൾ ജഗദീഷ് ചേട്ടൻ എല്ലാ പടങ്ങളിലും വിസ്മയിപ്പിച്ചിരിക്കുന്ന പോലെ ഈ പടത്തിലും അദ്ദേഹത്തിൻ്റെ റോള് വളരെ മനോഹരമായിട്ട് ചെയ്തു. ജഗദീഷ് ചേട്ടനെ ചാക്കോച്ചനെ കൂടെ കണ്ടപ്പോൾ പെട്ടെന്ന് സത്യം ശിവസുന്ദരമൊക്കെ ഓർമ്മ വന്നു. പക്ഷെ അതുമായിട്ട് ബന്ധമൊന്നുമില്ല, എനിക്കങ്ങനെ മൈൻഡിൽ വന്നതാണ്. ഏതായാലും നല്ലൊരു മികച്ച ഒരു സിനിമ. അതിന് തൊട്ട് അവസാനം വരെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് നെഗറ്റീവ് റോൾ ചെയ്ത വിശാഖ് നായർ, അതായത് ആനന്ദത്തിൽ അഭിനയിച്ച വിശാഖ് നായർ. അമ്മാതിരി റോളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് റോള് ഞെട്ടിപ്പിച്ചു എന്ന് തന്നെ പറയാം. അമ്മാതിരി ടാലൻറ്റ് ഒന്നും പറയാനില്ല. ഇപ്പം മലയാള സിനിമയിലെ നെഗറ്റീവ് റോളുകൾ ചെയ്യുന്നവരെല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പണിക്കകത്ത് അവരായിക്കോട്ടെ, പണീനെ നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ നല്ല യങ് പ്രോമിസിങ് ഫ്യൂച്ചർ മലയാളത്തിന് ഭാവി താരങ്ങളെന്ന് പറയും ഇവരൊക്കെ, ഒരു സംശയവുമില്ല. ഏതായാലും പ്രോമിസിങ് ആക്ടേഴ്സ് എല്ലാവരും അവരവരുടെ ജോലി വളരെ മനോഹരമായിട്ട് ചെയ്തു. പിന്നെ സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിരുന്നു. മ്യൂസിക് ജാക്സ് ബിജോയ് വളരെ മനോഹരമായി ചെയ്തു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫൈറ്റ് സീൻസാണ്. ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു. ഇപ്പോഴത്തേന് ക്ലൈമാക്സ് ഫൈറ്റൊക്കെ അടിക്കിടാൻ നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു, ഫൈറ്റ് സീൻസും കാര്യങ്ങളുമൊക്കെ. ഏതായാലും വളരെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ ചിത്രം തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സംഭവമാണ്. കാരണം സ്റ്റാർട്ടിങ് ഒരു ഫാസ്റ്റായിട്ട് പോവുകയാണ്. കാരണം തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തീരുന്ന പോലെ നമുക്ക് തോന്നും, പെട്ടെന്ന് ഇൻ്റർവെല് വന്ന പോലെ തോന്നും, പെട്ടെന്ന് ക്ലൈമാക്സ് ആയ പോലെ തോന്നും. കാരണം ഒരിടത്തും ബോറില്ലാത്തതുകൊണ്ട് ഫാസ്റ്റായിട്ട് പോയിട്ട് ഫാസ്റ്റായിട്ട് തീരുകയാണ് സിനിമ. അടുത്തടുത്ത സീൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്, നമ്മളെ കഥയുടെ ഇടുകിച്ചേർത്ത് നമ്മളിങ്ങനെ കൊണ്ടുപോവുകയാണെന്ന് പറയാം. അമ്മാതിരിയുള്ളൊരു കഥ പറയുന്ന രീതിയും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. ഏതായാലും രേഖാചിത്രത്തിന് ശേഷം അടുത്ത ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പടം ഒരിടത്തും വീണു പോയിട്ടില്ല, അല്ലെങ്കിൽ ഒരിടത്തും ഒരു ചെറിയ മൈനസ് പോലും പറയാനായിട്ട് തോന്നത്തില്ലാത്ത രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഡയറക്ടർ ജിത്തു അഷ്റഫ് ഹാറ്റ്സ് ഓഫ്, ഹീറോ ചാക്കോച്ചൻ ഹാറ്റ്സ് ഓഫ്. ഏതായാലും ചാക്കോച്ചൻ്റെ കരിയറിലെ തന്നെ മലയാളികൾ ഇതുവരെ കാണാത്തൊരു വേഷം ജിത്തു അഷ്റഫ് നമുക്ക് കാണിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.